അലീനയോട് തന്നെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലേ എന്ന് ബാലചന്ദ്രമേനോനോട് സ്റ്റാൻലി ജോസഫ് ചോദിക്കുന്നു. അത് പറയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നു, ഞാൻ അവളോട് ക്ഷമ ചോദിച്ചാൽ മതിയോ? അപ്പോൾ ബാലചന്ദ്രൻ, ഒരു ക്ഷമയല്ല, ഇനി പോകെ പോകെ ഒരുപാട് ക്ഷമ ചോദിക്കേണ്ടി വരും എന്ന് പറയുന്നു. സ്റ്റാൻലിക്ക് ഭാര്യയും മക്കളും ഉണ്ടോ അച്ഛാ എന്ന് അലീന ചോദിക്കുമ്പോൾ, അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, ഞാൻ അന്വേഷിച്ചിട്ടുമില്ല എന്ന് ബാലചന്ദ്രമേനോൻ മറുപടി കൊടുക്കുന്നു. സ്റ്റാൻലിയെ കുറിച്ചുള്ള സത്യം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് അലീന ചോദിക്കുമ്പോൾ ബാലചന്ദ്രമേനോൻ പറയുന്നു, അയാളെ ഒരു ശത്രുവിനെ പോലെ കാണേണ്ടതാണ് ഞാൻ. നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ പെരുമാറുന്നത്. നിന്നെ ഏറ്റെടുക്കാമെന്ന് അയാൾ ഉറപ്പു തന്നിരുന്നില്ല, ഇന്നലെയാണ് അറിയിച്ചത്. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറയുന്നു. സ്റ്റാൻലിയുടെ വീട്ടിലെ ജീവനക്കാർ അലീനയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അലീന സിനിമാ നടിയെ പോലെ സുന്ദരിയാണെന്നും സ്ത്രീകളെ അടുപ്പിക്കാത്ത സ്റ്റാൻലി എന്തുകൊണ്ട് ഒരു പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സമ്മതിച്ചു എന്നും അവർ സംശയിക്കുന്നു. ഇവൾ കുറച്ച് ഇമോഷണലാണ്, അവൾക്ക് പെട്ടെന്ന് എല്ലാം കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് വാക്കുകളിൽ മാത്രമല്ല മനസ്സിലും സ്നേഹം വേണമെന്ന് സ്റ്റാൻലിയോട് ബാലചന്ദ്രമേനോൻ പറയുന്നു. കൂടെ വന്നയാളെ അവൾ അച്ഛ എന്നാണ് വിളിക്കുന്നത്, അത് ഞാൻ കേട്ടതാണ്. സാറിന്റെ ഇവിടുത്തെ സാറിന്റെ മൂത്ത മകളുടെ മുഖച്ഛായ ഉണ്ടെന്ന് ആൻ്റപ്പൻ പറയുന്നു. സ്നേഹം ഒരുപാട് കിട്ടിയിട്ടുമുണ്ട്, കൊടുത്തിട്ടുമുണ്ട്, അതെപ്പോഴോ നഷ്ടപ്പെട്ടു. ഇനി അതെല്ലാം ഉണ്ടാക്കിയെടുക്കണം എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അലീനയ്ക്ക് സ്റ്റാൻലിയുടെ ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചും അറിയാൻ താല്പര്യമുണ്ടെന്നറിഞ്ഞപ്പോൾ സ്റ്റാൻലി പറയുന്നു, എനിക്ക് ഭാര്യയും മക്കളുമുണ്ട്, അവർ വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത്. വീട്ടിലെ ജോലിക്കാരോട് അലീന തൻ്റെ മകളാണെന്നും വിവാഹത്തിന് മുൻപ് സ്നേഹിച്ച സ്ത്രീയിലുണ്ടായ കുട്ടിയാണെന്നും അവരെ സ്റ്റാൻലി അറിയിക്കുന്നു. ഈ വീഡിയോ കാണുന്നവർ ലൈക്കും കമൻറ്റും തന്ന് സ്നേഹം അറിയിക്കണേ.